അല്ല, ഇതാണ് ശാലിനെ കുഞ്ഞു. സാറിനെ കാണാൻ ഇറങ്ങിയതാവും. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കണ്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. സാറ് അകത്ത് കിടക്കയാ. മോളകത്തേ കയറ്. കുഞ്ഞെ നോക്കിയേക്കാതെ കയറുക. മോള് കാണാൻ വന്നെന്ന് അറിയുമ്പോ സാറിന് വലിയ സന്തോഷമായിരിക്കും. ഇങ്ങോട്ട് കയറി വന്നേ. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. നടക്കൂ കുഞ്ഞെ. സാറേ, സാറേ, രാഘവൻ സാറേ, ഒന്ന് എഴുന്നേറ്റേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. എങ്ങനെയുണ്ട് ചെപ്പോ? നെഞ്ചിന്റെ വേദനയൊക്കെ മാറിയില്ലേ? ഇപ്പോ യാതൊരു അസ്വസ്ഥതയില്ലല്ലോ? ഒന്നുമില്ല മോളെ. ഇപ്പോ ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ അന്ന് തക്ക സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ അതിനകത്ത് വിചാരിച്ചതേ എന്നെ ജീവനോട് കിട്ടില്ലെന്ന് തന്നെ. എന്റെ സമയം തീർന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാ. പക്ഷേ അതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി എടുത്തില്ലേ? പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. പറഞ്ഞ സമയത്ത് തന്നെ സമയം തെറ്റാതെ ഭക്ഷണം കഴിക്കണം. ഉറക്കം പറഞ്ഞിരിക്കുന്ന സമയം അത്രയും കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങണം. ഡോക്ടർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ അസുഖം എങ്ങോട്ട് പോയെന്നോർത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഭക്ഷണമൊക്കെ കൃത്യമായി എടുത്തു കൊടുത്തിട്ടേ സത്യാമ്മ പുറത്തേക്ക് പോകാറുള്ളൂ. മരുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് അച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാലോ. സത്യം അറിയൊന്നും വേണ്ട. പിള്ളച്ചേട്ടൻ ഇതൊന്നും പറയേയില്ല അല്ലെ? പിന്നെ മോള് സമയം കിട്ടുമ്പോഴൊക്കെ വരണം. മോള് വരുന്നതും മോളോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ വലിയൊരാശ്വാസമാ. ഒറ്റയ്ക്കുള്ള കുത്തിയിരിപ്പല്ലേ മോളെ, മടുക്കും. ഞാൻ വരാം അച്ഛാ, ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ഞാനിപ്പോ പോട്ടെ. നീ കൂടുതൽ സമയം ഇരുന്ന് സത്യാമ്മയ്ക്ക് മുഷില് തോന്നണ്ട. പിന്നെ ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ. എന്തുണ്ടെങ്കിലും എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വന്നോളാം. ഞാൻ വിളിച്ചോളാം മോളെ. അച്ഛാ, അച്ഛൻ കിടന്നോ? ഞാൻ പൊയ്ക്കോളാം. അല്ല മോളെ, വന്നിട്ടൊരു ചായ പോലും കുടിക്കാൻ പോവാന്ന് പറയുമ്പോ ഡബിളെ. വേണ്ട, അതൊന്നും സാരമില്ല അച്ഛാ. ഇനി വരുമ്പോഴും അതൊക്കെ ആവാലോ. ശരി, പോട്ടെ.
ആ മോനോ കേറി വാ മോനെ. ഇരിക്ക്. സത്യേ, മോള് രാവിലെ മുതൽ തിരക്കിയ ആളെ ദേ കൺമുന്നിൽ വന്ന് ചാടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ ചോദിച്ചോ. സത്യേ. ഹായ് അച്ഛാ. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ? അത് പിന്നെ അച്ഛൻ മറക്കോ? ഹായ്, താങ്ക് യു അച്ഛാ. ഓ, അപ്പ പറഞ്ഞോലെ വാങ്ങിച്ചോണ്ട് വരുമല്ലേ? എന്റെ കുട്ടിയുടെ കാര്യം കേട്ടില്ലേ അച്ഛന് മറ്റെന്ത് കാര്യവും? ഇത് തരാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. മോനെ, ശാലിനി വരാൻ വൈകും. രണ്ടുപേർക്കും ചോറ് എടുക്കട്ടെ. വിഷപ്പായിട്ടില്ല ശാരദാമ്മ. എന്തായാലും ഇവൾക്ക് എടുത്തേക്ക്. ഞാൻ കഴിക്കാനൊക്കെ തന്ന സമയം പോവും. രാത്രി ഓട്ടമുള്ളതാ. എനിക്ക് ഒട്ടും വിശപ്പില്ല ശാരദാമ്മേ. അപ്പൊ രണ്ടുപേർക്കും വേണ്ട. ഇപ്പൊ വേണ്ട. ശരി. ഇതാ മോനെ, ശ്യാമ മോളെയും വിളിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയാ അവിടെ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. നല്ല ബുദ്ധി തോന്നി അവളോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറിയാൽ മതിയായിരുന്നു. ദൈവം പോലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവന്റെ കൂട്ടരും കൂടി അവിടെ ചെയ്തു വെക്കുന്നേ. നീ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ സ്വയം ചിന്തിച്ച് എന്തെങ്കിലും തീരുമാനത്തിലെത്തണം. അല്ലാതെ എന്താ ചെയ്യാ? അവനവന്റെ ജീവിതം നോക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. വല്ലവരും പറയുന്ന കേട്ട് ജീവിക്കാനാണ് അവൻ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല എന്റെ മോളുടെ ജീവിതം എന്താവുമെന്ന്. വിഷ്ണുട്ടാ. ആ മോള്. ആഹാ, ചോക്ലേറ്റ് ഒക്കെ കിട്ടിയല്ലോ. ഈ മധുരം മുഴുവൻ കഴിച്ചിട്ട് പല്ല് മുഴുവൻ നാശാക്കണ്ട കേട്ടോ. ഓ അതെ, 2 ചോക്ലേറ്റ് കഴിച്ചു എന്ന് വെച്ചിട്ടൊന്നും എന്റെ മോളുടെ പല്ല് നാശാവാൻ പോണില്ല അല്ലേ? അത് തന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. അച്ഛനെ പറ്റിയ മോള് തന്നെ. അല്ല, വിഷ്ണുവേട്ടൻ എപ്പോ വന്നു? ആ, അത് രാത്രിയിലൊരു ഓട്ടം ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഇറങ്ങിയപ്പോ ഇങ്ങോട്ട് കയറിയതാ. ഇവൾക്ക് ചോക്ലേറ്റും കൊണ്ട് വന്നതായിരിക്കും. ഈ ഇവിടെയായിട്ട് പെണ്ണിന് ചോക്ലേറ്റ് കഴിപ്പിത്തിരി കൂടുതലാ. ശ്യാമയും മോളും രോഹിത്തിന്റെ അടുത്തേക്ക് പോയ കാര്യം വിഷ്ണുവിനോട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. ആ വീട്ടിൽ പലതും നടക്കുന്നു അറിവ് കിട്ടിയിട്ട് ഞാൻ അന്വേഷിക്കാനായിട്ട് ആളെ വിട്ടതായിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. അതെങ്ങനെയാ? ഏറ്റവും കൂടുതൽ ചാരന്മാരുള്ള നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാ. അതിൽ പകുതിയിലധികം പേരും ചന്ദ്രബോസിനും സുസ്മിതയ്ക്കും വേണ്ടി പണിയെടുക്കുന്നവരും. ഉപേന്ദ്രനും ചന്ദ്രബോസും കൂടി ഇനി എന്തൊക്കെ കള്ളക്കളി കളിച്ചാലും പുറം ലോകം അറിയാത്തതിന്റെ കാരണം അവരുടെ ഈ ബെൽറ്റിന്റെ ശക്തിയാ. അവർക്കെതിരെ എന്ത് നീക്കം ആര് നടത്തിയാലും ആ നിമിഷം ചന്ദ്രബോസ് അറിയും. ഞാൻ അറിഞ്ഞ വിഷ്ണുട്ടാ, ഇപ്പൊ ആ സ്ഥലവും വീട്ടിലുള്ളവരും നമ്മുടെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാ. എന്തായാലും ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ മറ്റു രീതിയിലുള്ള ഒരു ബിസിനസ്സും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ വീടിന്റെ പവിത്രത ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ആ വീടിനു വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യേണ്ട വിഷ്ണുട്ടാ. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് പലരോടും നടത്തിയിട്ടാ ഈ വീട് ലേലത്തിൽ പിടിച്ചതും ഇവിടെ ബിസിനസ് നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്തതും. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുമെന്നാ. ആ ജോൺ അബ്രഹാം കൊടുത്ത കാശിന് നന്ദി കാണിക്കാനായി മുൻകൂട്ടി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണറിന്റെ അധികാര പരിധിക്ക് മുകളിൽ നിന്നുള്ള കളിക്ക് ചിറ്റപ്പനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചിറ്റപ്പന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചിറ്റപ്പനോട് കൂറുള്ളവർ കുറഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഇങ്ങനൊരു നീക്കം ചിറ്റപ്പൻ അറിയേണ്ടതല്ലേ? അല്ലെങ്കിൽ ചിറ്റപ്പനെ മൊത്തത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ടായിരിക്കും ശാലിനി കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ശാലിനി ആ കസേരയിൽ ഇരുന്ന ഇവിടെ ഒരു പണിയും നടക്കില്ല.
എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. സുസ്മിത പറഞ്ഞത് കറക്റ്റാ. അവൾ പണിയാൻ തന്നെയാ വന്നിരിക്കുന്നത്. കത്തിക്ക് പൂളിയത് നമ്മളാണെന്നൊക്കെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ചാടി അവൾക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ അവള്. പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അതുകൊണ്ട് ഒരു അറ്റാക്ക് അവൾക്ക് നേരെ ഉടനെ എടുക്കാൻ പറ്റില്ല. പെട്ടാ പെട്ടതാ. ഇവിടെ പഴയ ഒരു ഹിറ്റ് പടത്തിന്റെ ഡയലോഗ് ഓർമ്മ വരുന്നതേ, കൈ പോയാൽ തലയ്ക്ക് വേദനിക്കും. അതുകൊണ്ട് ആ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുന്നു. അപ്പൊ തലയ്ക്ക് വേദനിക്കണമെങ്കിൽ കൈ വെട്ടിയാൽ മതിയല്ലോ. അതിനെന്താ മാർഗം ആലോചിക്കേ. ചിറ്റപ്പൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശാലിനിയുടെ കസേരയിൽ ഒരു ഇളക്കം വരണം. അതിന് സത്യസന്ധമായും കൃത്യനിഷ്ഠയോടുകൂടി ജോലി നോക്കുന്ന ഒരു ജില്ലാ കളക്ടറുടെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാനേ വലിയ പാടാ. പകരം ജില്ലാ കളക്ടറുടെ വലം കൈയായിട്ടുള്ള ഒരാൾക്ക് ഒരു അഴിമതിയിലോ മറ്റു വല്ല ഇല്ലീഗൽ ബിസിനസ്സിലോ പങ്കാളിത്തം ഉള്ളതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ. ഈ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ ശാലിനി കിടന്ന് പിടയ്ക്കുന്നത് നിനക്ക് കാണണ്ടേ? കാണണം. അതിനുള്ളൊരു വഴിയാ ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ പറ്റാത്ത തരത്തിലുള്ള പൂട്ടായിരിക്കണം ഇനി നമ്മൾ പൂട്ടേണ്ടത്. നമ്മളിവിടെ അനധികൃതമായി മദ്യമുണ്ടാക്കുന്നു എന്നതാണല്ലോ നമുക്കെതിരെ ആരോപിക്കുന്നത്. നമ്മൾ മദ്യമുണ്ടാക്കാൻ പെടാപ്പാടുപെടുന്ന സർക്കാരിന് ഒരു കൈസഹായം ചെയ്യാൻ പോയതാണെന്ന് അവരുണ്ടോ അറിയുന്നു. ബാർ ഉടമകള് വിളിച്ചോണ്ടിരിക്കുക. നമ്മുടെ മദ്യം സർക്കാരിന്റെ ലേബലൊട്ടിച്ച് കൊടുക്കുമ്പോ കിട്ടുന്ന ലാഭം ഓർത്ത് ബാർ ഉടമകൾക്കൊന്നും ഇരിക്കപ്പുറതി വന്നിട്ടില്ല. ബാറുടമകൾ മാത്രം. സർക്കാരിന്റെ ബിവറേജ് ഷോപ്പുകളിലും നമ്മൾ ഒഴുക്കുന്നത് സർക്കാരിന്റെ മുദ്ര ഒട്ടിച്ച് നമ്മുടെ മദ്യമായിരിക്കും. പകുതിക്ക് പകുതിയാ ലാഭം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ അവര് വിളിക്കാതിരിക്കും? പക്ഷേ ഈ ബിസിനസ്സുകളെല്ലാം നടക്കണമെങ്കിൽ ശാലിനി ആ കസേരയിൽ നിന്ന് മാറി നിൽക്കണം. ഞാനിപ്പോഴും ആ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ചിന്തിക്കുക. അന്നത്തെ കുത്ത് 2 ഇഞ്ച് കയറ്റി കുത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോ 16 നടത്തി അസ്ഥിത്തറയിൽ തുളസിയും കിളിർത്തേനെ. തീർന്നു. കണ്ടില്ലേ, മൊത്തത്തിൽ തീർന്നു. തീർന്നു തീർന്നു. എവിടെ മദ്യം? എവിടെ? ഇവിടെ മദ്യപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞിട്ട് പേരിവിടെ ഒറ്റ കുപ്പി പോലും ഇല്ല. ഇതെല്ലാം ആര് കൊണ്ടുപോയി? രോഹിത്തെ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. കുപ്പികളൊക്കെ വരും. പക്ഷെ അതിനു മുമ്പ് ചില ആവാഹന കർമ്മങ്ങളൊക്കെ ഇവിടെ നടത്താനുണ്ട്. ചിലരെ ആവാഹിച്ച് കുപ്പിയിലാക്കി ഒഴുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആവും. പക്ഷെ അതുവരെ തൊണ്ട നനയ്ക്കാനേ ഒരു പെഗ് അല്ലെങ്കിൽ പോട്ടെ, ഒരര പെഗെങ്കിലും ചുമ്മാ അല്ലല്ലോ, അന്തസ്സായിട്ട് തെണ്ടിയിട്ടല്ലേ. അതാ ഈ ചന്ദ്രബോസ് സാറേ, സാറിന്റെ കോട്ട തന്നാലും മതി. എടാ, മദ്യത്തിൽ നിന്നെ മുക്കി കിടത്താം. ഒരു മാസം അടിച്ചു തീർത്താ തീരാത്ത അത്രയും മദ്യം കൊണ്ടുവന്ന് നിന്റെ കട്ടിലിൽ നിരത്തിയിടാം. ഒരേ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് സാധിക്കൂ. ശാലി നിനക്കൊന്ന് കൊന്നു തരാവോ? ഇരു ചെവി അറിയാതെ കാര്യം സാധിക്കണം. പിടിക്കപ്പെട്ട ജയിലിൽ പോവുകയും ചെയ്യണം. എന്താ പറ്റുമോ? ചന്ദ്രബോസ് സാറേ, ഇങ്ങനെ കൂട്ടത്തിൽ പറ്റിയെന്ന് എന്തെങ്കിലുമൊക്കെ പറയാനേ എന്നെ കൊണ്ടും പറ്റൂ. ഒരാളെ കൊല്ലാനുള്ള മനക്കെട്ടി ഒന്നും ഈ രോഗത്തിന് ഇല്ല സാറേ. കണ്ടുവേ കൈ പറയുന്നത്? കുടിക്കാഞ്ഞിട്ടാ. ഈ കൈ വെച്ച് ഞാനല്ലെങ്കിലും എന്ത് ചെയ്യാനാ? പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ മിണ്ടാതെ പറയാതെ കേട്ടിരുന്നോണം. നിന്റെ ശാലിനടക്കം എങ്ങനെ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങള്. അതിനിടെ അടങ്ങൂരിടാമെന്ന നിന്റെ അടക്കം ഞങ്ങൾ ഇവിടെ നടത്തും കേട്ടാ. വേണ്ട, നിങ്ങൾ ആരും തരണ്ട.
ഞാനത് നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഒരു തുള്ളിയെങ്കിലും ഉണ്ടോന്ന്. ആ, ആ, ആ. ചിറ്റപ്പ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. കൈ പോയാൽ തലയ്ക്ക് വേദനിക്കും. അപ്പൊ പറ, തല ശാലിനിയാണെങ്കിൽ കൈ ആരാ? സംശയമുണ്ടോ? വിഷ്ണു. അവന്റെ മർമ്മം നോക്കി ഉച്ചയിലായിരിക്കണം ഇനിയുള്ള നമ്മൾ അടി വീഴേണ്ടത്. ശക്തി കൊണ്ട് കീഴടക്കാൻ പറ്റാത്തടത്ത് ബുദ്ധി കൊണ്ട് വീഴ്ത്തണം. മദ്യ കച്ചവടത്തിനെതിരെയല്ലേ അവനും അവന്റെ ഭാര്യയും കൂടി പടപ്പുറപ്പാട് നടത്തുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ആവട്ടെ അവന്റെ നേരെയുള്ള നമ്മളെ ഒടുക്കത്തെ ബ്രഹ്മാസ്ത്രവും. നിങ്ങൾ നോക്കിയോ, ഇതവന്റെ ചങ്കിൽ തറയ്ക്കും. കൊള്ളുന്നത് വിഷ്ണുവിനാണെങ്കിലും തെറിക്കുന്നത് ശാലിയുടെ കസേരയായിരിക്കും. അച്ഛനെ ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ ഇതൊന്ന് വളയ്ക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ അച്ഛനിപ്പോ കിടന്ന് ഉറങ്ങാൻ പാടില്ലായിരുന്നോ? വളയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതിയാ, ഓടിക്കാനൊന്നും പഠിക്കണ്ടേ? ഓടിക്കാൻ എനിക്ക് അറിയാലോ, പക്ഷെ ബൈപ്പാസിലെ ഓടിക്കൂ. വളവ് വരാൻ പാടില്ല. നിനക്ക് ഓടിക്കണം എന്ന് അത്ര നിർബന്ധമാണോ? എന്താ അച്ഛനെ ഇപ്പൊ ഓടിക്കാൻ തരാനാണോ? ഇപ്പൊ വേണ്ട, വണ്ടിയിൽ ഓടിരിക്കല്ലേ. നാളെ നീ ഒരു ദക്ഷിണയൊക്കെ ആയിട്ട് വാ, നമുക്ക് നാളെ മുതൽ വളയം പിടിക്കാം. ഉറപ്പാണോ അച്ഛനെ? നാളെ പഠിക്കടാ. എടാ, ഈ മറ്റു വാഹനങ്ങൾ പോലെയല്ലേ ലോറി. ഇത് ഓടിക്കണമെങ്കിലേ മനസ്സൂടി നമ്മളൊന്ന് പാകപ്പെടുത്തണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു കഴിവും വേണം. അച്ഛനെ ചെറിയൊരു പ്രശ്നം മുമ്പിൽ കാണുന്നുണ്ടല്ലോ. എക്സൈസാ? അതിന് നമ്മുടെ വണ്ടിയിൽ ഫ്രൂട്ട്സ് അല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? സാറേ, ലോറിയിൽ ഫ്രൂട്ട്സ് ആണ്. ഓ, അപ്പൊ വാറ്റാൻ പോന്നേ ഉള്ളോ നീയൊക്കെ? സാറേ, നമ്പർ കറക്റ്റാ. എന്താടാ നിന്റെ പേര്? വിഷ്ണു. സാറേ, പേരും കറക്റ്റാ. ആ, വിഷ്ണു ആയാലും പരമശിവനായാലും ഇങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. എന്റെ സാറേ, ഇതിൽ എന്തിരുന്നിട്ട് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്? ഒന്ന് അടങ്ങടാ. നിന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കടത്തുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് വിട്ടേക്കാടാ ഇപ്പൊ തന്നെ. നീ ഒന്ന് ഇറങ്ങി വാ വണ്ടിന്ന്. അച്ഛനെ, കണ്ടിട്ട് എന്തൊരു വശപ്പശുക്ക് മണക്കുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടി നമ്പറും പേരും കൃത്യമായിട്ട് ആരും എഴുതി കൊടുത്തിട്ടുള്ള പണിയാ.